എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം ബാലകാന്ഡം, പുത്രലാഭ ആലോചന, പുത്രകാമേഷ്ടി എന്നീ ഭാഗങ്ങൾ. ആദ്യം നമുക്ക് കുറച്ച് പാരായണം കേൾക്കാം. തുടർന്ന് നമുക്ക് അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ അമര കുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു. നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം, പുത്രന്മാരില്ലായ്കയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്ന് അറിഞ്ഞാലും. വരിഷ്ഠ തപോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോട് അരുൾ ചെയ്തു, നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തേണം ഋഷ്യശൃംഖന ഇപ്പോൾ. ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാൻ. അതുകാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വന്യദേവൻ. താവകം പുത്രീയമി പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനും അതു കൊടുത്തു മറഞ്ഞിതു. ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദശരഥ മഹാരാജാവ്
സൂര്യവംശത്തിലെ വളരെ ധൈര്യശാലിയായ പ്രതാപശാലിയായ ചക്രവർത്തി ശ്രേഷ്ഠനായിരുന്നു. സൂര്യവംശത്തിലെ വളരെ പ്രസിദ്ധമായ ഇക്ഷ്വാകു വംശത്തിന്റെ പരമ്പരയിൽ രഘുവിന്റെ മകനായ അജന് ഇന്ദുമതിയിൽ നിന്നുണ്ടായ മകനാണ് നേമി. ഇന്ദുമതി വളരെ ചെറിയ കാലഘട്ടത്തിൽ തന്നെ, അതായത് ദശരഥൻ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ തന്നെ, നേമി ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ തന്നെ മരണപ്പെട്ടു പോയിരുന്നു. അജൻ പിന്നീട് വിവാഹം കഴിച്ചില്ല. തന്റെ മകനെ പൊന്നുപോലെ ലാളിക്കുകയുണ്ടായി, സ്നേഹിക്കുകയുണ്ടായി. ഇന്ദുമതിയെക്കുറിച്ച് ഓർത്തുള്ള സ്മരണയിൽ തന്നെ അദ്ദേഹം ജീവിച്ചു പോന്നു. നേമി വളരെ മിടുക്കനായിരുന്നു. ഒരിക്കൽ അജന് ഒരു വല്ലായ്മ ശരീരത്തിനുണ്ടായി. അത് നാൾക്കുനാൾ കൂടിക്കൂടി വന്നു. വൈദ്യശ്രേഷ്ഠന്മാർ പരിശോധിച്ചു. വൈദ്യന്മാരുടെ കൂടിയാലോചന പ്രകാരം അവർ ഒടുവിൽ നിർണയിക്കുകയുണ്ടായി, അജന് അർബുദമാണ് എന്ന് നിർണയിച്ചു. ഈ വിവരം ദുഃഖത്തോടെയാണെങ്കിലും അജനോട് അവർ അറിയിക്കുകയും ചെയ്തു. ഒരിക്കൽ അജൻ അസുഖം ഒന്നിനും മീതെ മറ്റൊന്നായി ഇങ്ങനെ കൂടിക്കൂടി വന്നപ്പോൾ ആരോടും പറയാതെ തന്റെ ഭാര്യയായ ഇന്ദുമതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെള്ളക്കുതിരയുടെ മുകളിൽ കയറി അർദ്ധരാത്രി സരയൂ നദിയുടെ തീരത്തെത്തി കുതിരയെ അവിടെ നിർത്തി സരയൂ നദിയിലേക്ക് മെല്ലെ മെല്ലെ ഇറങ്ങിപ്പോവുകയാണ്. അവിടെ അജൻ ആ സരയൂ നദിയുടെ പുണ്യത്തിലേക്ക് വിലയം പ്രാപിക്കുന്നു. ഈ സമയത്ത് നേമി കൗമാര പ്രായത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ്. നേമിയിൽ രാജ്യഭാരം ഏൽക്കപ്പെട്ടു. നേമി രാജ്യം നന്നായി ഭരിച്ചു. ശംബരൻ എന്ന അസുരനെ 4 ഭാഗത്തും ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും ഒരുപോലെ വന്ന് യുദ്ധം ചെയ്യുന്ന വീരശൂര പരാക്രമിയായ ശംബരൻ എന്ന അസുരനുമായി യുദ്ധം ചെയ്ത് 10 ഭാഗത്തേക്കും ഒരുപോലെ രഥം പായിച്ച് അസ്ത്രമേൽപ്പിക്കുവാൻ ദശരഥന് സാധിച്ചതുകൊണ്ടും ശംബരനെ പരാജയപ്പെടുത്താൻ സാധിച്ചതുകൊണ്ടും നേമിക്ക് ദശരഥൻ എന്ന് നാമകരണം ചെയ്തു. അതീവ ഗുണശാലിയായ പരാക്രമശാലിയായ ദശരഥൻ കോസല രാജകുമാരിയായ കൗസല്യയെയും കേകയ വംശത്തിലെ അശ്വജിത്തിന്റെ മകളായ അതിസുന്ദരിയായ കൈകേയിയെയും വളരെ നിസ്വാർത്ഥയും പണ്ഡിത ശ്രേഷ്ഠയുമായ സുമിത്രയെയും വിവാഹം കഴിച്ചു. 3 പേർക്കും സന്തതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അനപത്യതാ ദുഃഖം കൊണ്ട് ദശരഥ മഹാരാജാവ് വല്ലാതെ സങ്കടപ്പെട്ടു. ആ സങ്കടം ഗുരുനാഥനായ വസിഷ്ഠ മഹർഷിയോട് പറയുമ്പോൾ വസിഷ്ഠ മഹർഷി പറയുന്നുണ്ട്, ഹേ ദശരഥ, അങ്ങേക്ക് 4 പുത്രന്മാരുണ്ടാവും. അതിന് അങ്ങ് പുത്രകാമേഷ്ടി എന്ന മഹത് കർമ്മം നിർവഹിക്കണം. അതിനുവേണ്ടി വിഭാണ്ഡക മഹർഷിയുടെ മകനായ ഋഷ്യശൃംഗനെ ഭാര്യാസമേതം വിളിച്ചു വരുത്തണം. അങ്ങനെ ഋഷ്യശൃംഗൻ ഭാര്യയായ ശാന്തയോടൊപ്പം എത്തിച്ചേർന്നു. പുത്രകാമേഷ്ടി യാഗം നടത്തി. ആ യാഗത്തിൽ നിന്ന് അഗ്നിദേവൻ ഉയർന്നു വന്ന അഗ്നിദേവന്റെ കരങ്ങളിൽ ഒരു പാത്രമുണ്ടായിരുന്നു. ആ പാത്രം ദശരഥ മഹാരാജാവിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതിൽ പായസമാണ്, ഇത് ഭാര്യമാരെ ഏൽപ്പിക്കുക, താങ്കൾക്ക് സൽപുത്രന്മാരുണ്ടാകും എന്ന് അനുഗ്രഹിക്കുകയാണ്. ഇവിടെ പുത്രകാമ ഇഷ്ടി എന്ന് സൂചിപ്പിക്കുന്നത് ഒരു പുത്രൻ ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടി നടത്തുന്ന മഹത് കർമ്മം എന്ന അർത്ഥത്തിലാണ്. സന്തതി സൗഭാഗ്യം അത് ഈശ്വരന്റെ വരദാനമാണ്.
പ്രത്യേകിച്ചും സൽപുത്രന്മാരുണ്ടാവുക എന്നുള്ളത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമാണ്. ആധുനിക കാലഘട്ടത്തിൽ സന്തതികൾ ഉണ്ടാകാത്തതിന്റെ ദുഃഖവും സന്തതികളെ കൊണ്ടുള്ള ദുഃഖവും ഒക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇന്ന് സ്ത്രീ പുരുഷന്മാർ. അതിലേക്ക് വെളിച്ചം വീശുകയാണ് അധ്യാത്മരാമായണം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. സ്നേഹാദരം.